ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമുക്ക് പ്ലസ് ടുവിലും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലുള്ള ഇൻ്റഗ്രൽസ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അറിയാലോ. ആ ഇൻ്റഗ്രൽസിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ ഈ ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ എന്നിവയെ കുറിച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓഡ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അതാണ് കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ഇത് ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യണം. അപ്പോൾ എക്സ് വരുന്ന ഭാഗങ്ങളിലെല്ലാം മൈനസ് എക്സ് കൊടുക്കണം. അപ്പോൾ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് മൈനസ് എക്സ് അല്ലേ. ഈ മൈനസ് എക്സിൻ്റെ ക്യൂബ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നെഗറ്റീവ് റൈസ് ടു ഒരു ഓഡ് നമ്പർ വന്നാൽ എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് തന്നെ തിരിച്ചു കിട്ടും. നെഗറ്റീവ് റൈസ് ടു ഒരു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിലോ അത് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇത് നെഗറ്റീവ് റൈസ് ടു ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് നെഗറ്റീവ് തന്നെ വരും. പിന്നെ എക്സിൻ്റെ ക്യൂബ് എക്സ് ക്യൂബ് തന്നെയാണ്. ഈ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കിട്ടും. ഇനി ഈ രണ്ട് ടേംസിലും ഒരു നെഗറ്റീവ് കോമൺ എടുക്കാൻ പറ്റും. നെഗറ്റീവ് കോമൺ എടുത്താൽ ഇതിനെ ഇങ്ങനെ എഴുതാം, എക്സ് ക്യൂബ് പ്ലസ് എക്സ് എന്ന് എഴുതി കൂടെ. സോ ഈ മൈനസ് ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന ഈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് എന്താണത്? എഫ് ഓഫ് എക്സ് അല്ലേ. അതുകൊണ്ട് ഇതിനെ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ദെയർഫോർ എഫ് എന്നോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നോ ഈസ് ഓഡ്. ഇങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ ആയിക്കോട്ടെ, സൈൻ എക്സ്. ഇതും ഓഡാണോ ഈവൻ ആണോ എന്ന് തിരിച്ചറിയാൻ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യണം. അപ്പോൾ സൈൻ ഓഫ് എക്സിൻ്റെ ഭാഗത്താണ് മൈനസ് എക്സ് കൊടുക്കേണ്ടത്. സൈൻ ഓഫ് മൈനസ് എക്സ് അറിയാമല്ലോ അല്ലേ, മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ക്വാഡ്രൻസ്, 4 ക്വാഡ്രൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഓരോ ക്വാഡ്രൻറ്റിലും ചില ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് പോസിറ്റീവാണ്, ചിലതിന് നെഗറ്റീവാണ്. അപ്പോൾ ഇത് ഈ മൈനസ് ഓഫ് എക്സ് വരുന്നത് 4th ക്വാഡ്രൻറ്റിലാണ്. അവിടെ കോസും അതിൻ്റെ റെസിപ്രോക്കലായ സീക്ക് മാത്രമാണ് പോസിറ്റീവ്, ബാക്കി ഏത് വന്നാലും നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സൈൻ അല്ലേ. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് വരും, വെറും മൈനസ് സൈൻ എക്സ് എന്ന് വരും, മൈനസ് സൈൻ എക്സ് എന്ന് വരും അല്ലേ. കോസും സീക്കും വന്നാൽ മാത്രമാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്, ബാക്കി ഏത് വന്നാലും നെഗറ്റീവാണ്. അതുകൊണ്ട് ഇത് മൈനസ് എന്ന് എഴുതിയിട്ട് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. സോ ദിസ് ഈസ് എഫ് ഈസ് ഓഡ്. ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. ഇനി ഈ ക്വാഡ്രൻസിൽ ഏതൊക്കെ പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഡൗട്ടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക, അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ റൈസ് ടു 7x. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഈ സൈൻ റൈസ് ടു 7 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7 എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇതിലും എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് എഴുതിയിട്ട് റൈസ് ടു 7 കൊടുക്കണം ആണല്ലോ. സൈൻ ഓഫ് മൈനസ് എക്സ് നമുക്കറിയാം എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7. ഈ റൈസ് ടു 7 നെഗറ്റീവിന് കൊടുക്കണം, സൈനിനും കൊടുക്കണം. അപ്പം നെഗറ്റീവിന് കൊടുക്കുമ്പോൾ നെഗറ്റീവ് റൈസ് ടു ഒരു ഓഡ് നമ്പർ വന്നാൽ എന്താണ്? നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ മൈനസ് സൈൻ റൈസ് ടു 7x ഇങ്ങനെ എഴുതി കൂടെ. അപ്പോൾ ഈ നെഗറ്റീവ് കിടക്കും. സൈൻ റൈസ് ടു 7x പകരം എന്താ? എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്തപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. ഓക്കെ, അപ്പോൾ ഈ ഓഡ് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഈവൻ ഫംഗ്ഷനെ കുറിച്ച് നോക്കാം. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഇഫ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വെറും എഫ് ഓഫ് എക്സ് കിട്ടണം. നേരത്തെ ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരുന്നു. ഇത് എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ വെറും എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷനാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഈവൻ ആണോ ഓഡാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കണം. എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ഈ എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ആണല്ലോ. മൈനസ് എക്സിൻ്റെ സ്ക്വയർ എന്താണ്? ഒരു എക്സ് സ്ക്വയർ ആണ്. നെഗറ്റീവിൻ്റെ സ്ക്വയർ വന്നാൽ പോസിറ്റീവ് ആവും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടും. ഈ എക്സ് സ്ക്വയർ മൈനസ് 1 തന്നെയല്ലേ തന്നിട്ടുള്ള ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദെയർഫോർ എഫ് ഈസ് ഈവൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈവൻ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ. നെക്സ്റ്റ് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇത് ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യണം. അപ്പോൾ കോസ് ഓഫ് എക്സിന് പകരം മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു,
ഫോർത്ത് ക്വാർട്ടറിലാണ് ഈ മൈനസ് എക്സ് ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് ക്വാർട്ടറിൽ കോസും സീക്കിനും പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് വെറും കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഈ കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദെയർഫോർ എഫ് ഈസ് ഈവൻ. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ കൂടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ കോസും സൈനും കൂടെ വരുന്നത്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, അങ്ങനെ എടുക്കുക. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇതിലും എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? സൈൻ ഓഫ് മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് അല്ലേ? സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ് നമ്മൾ നേരത്തെ ചെയ്തു? മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് ഇപ്പോൾ പറഞ്ഞു വെറും കോസ് എക്സും ആണ്. കോസ് എക്സ്. ഓക്കെ, ഈ മൈനസ് ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് മാറ്റിയതല്ല അവിടെ നിർത്തി, എന്നിട്ട് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റിയില്ലേ? ഈ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. അപ്പോൾ ഇത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ദെയർഫോർ എഫ് ഈസ് ഓഡ്. നമ്മൾ ഈ ഈവൻ ഫംഗ്ഷൻ്റെ കൂട്ടത്താണ് ഈ എക്സാമ്പിൾ ചെയ്തതെങ്കിലും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷനാണ്, കോസ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഓഡ് ഫംഗ്ഷൻ, കാരണം മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് റൈസ് ടു 9x. ഇതേത് ഫംഗ്ഷൻ ആയിരിക്കും? ഓഡാണോ ഈവൻ ആണോ? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ കോസ് റൈസ് ടു 9 ഓഫ് മൈനസ് എക്സ്, അതായത് കോസ് ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 9 എന്ന് തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഈക്വൽ ടു കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ കോസ് എക്സ് ദ ഹോൾ റൈസ് ടു 9 മീൻസ് കോസ് റൈസ് ടു 9x. ഇതാണ്. അപ്പോൾ ഈ കോസ് റൈസ് ടു 9x എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് അല്ലേ? ദെയർഫോർ എഫ് ഈസ് ഈവൻ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വെറും എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. അത് ഈവൻ ഫംഗ്ഷനാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ റൈസ് ടു 10x. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 10 എന്നാണല്ലോ. അപ്പോൾ ഇതിലും എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 10 എന്നാണ്. ഈ സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണെന്ന് നേരത്തെ നമ്മൾ ചെയ്തല്ലോ? മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 10. നെഗറ്റീവ് റൈസ് ടു ഒരു ഓഡ് നമ്പർ വന്നാൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് റൈസ് ടു ഒരു ഈവൻ നമ്പർ വന്നാൽ പോസിറ്റീവ് ആവും. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ സൈൻ റൈസ് ടു 10x എന്ന് മാത്രം എഴുതിയാൽ മതി. അതെന്താണത്? എഫ് ഓഫ് എക്സ് തന്നെയല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ അത് എന്ത് ഫംഗ്ഷനാണ്? ഈവൻ. ദെയർഫോർ എഫ് ഈസ് ഈവൻ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നോക്കിയത് ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അത് ഓഡാണോ ഈവൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അത് ചെക്ക് ചെയ്യാനാണ് നോക്കിയത്. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷനും, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു വെറും എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുകയാണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷനുമാണ്. ഇത് രണ്ടും അല്ലാത്ത കേസുമുണ്ട്, അത് ഓഡ് ഈവനും അല്ല എന്നുള്ളതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കണ്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.